മുകളിൽ ചെറിയ ബീഡ്സൊക്കെ ഉപയോഗിച്ചിട്ടൊരു ചെറിയൊരു പോട്ട് മാതിരി ചെയ്തെടുത്തതാണ്. അപ്പോൾ അതേമാതിരി ഉണ്ടാവും ഇത് കാണാനായിട്ട്. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വിധം ഞാൻ കാണിച്ചത്. ചെറിയൊരു പോട്ട് മാതിരി ഒരു സാധനം ഉണ്ടാക്കുക. അപ്പോൾ അതിൽ ടേബിളിൻ്റെ മുകളിൽ അപ്പോൾ അതിനത് അതേമാതിരത്തെ മുത്ത്, ഇതിൻ്റെ കളറ് മാറിയ ചുവപ്പ്, മഞ്ഞ, ചെറിയ അതേമാതിരിയുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പച്ചേനെ കൊണ്ട് ചെയ്യുക. ആദ്യം ഒരു പച്ച മുത്ത് കോർത്ത് വയ്ക്കുക, പിന്നെ 3 മഞ്ഞ മുത്ത് കോർക്കുക, പിന്നെ ഒരു പച്ചമുത്ത് തന്നെ കോർക്കുക. ഈ പച്ചമുത്ത് തന്നെ കോർക്കുക. അങ്ങനെ വെച്ചിട്ട് അടുത്ത മറ്റേ സൈഡ് ഉണ്ടല്ലോ, ഈ ഇതെടുത്തിട്ട് ഈ ത്രെഡിൻ്റെ ഈ വക്കെടുത്ത് എടുത്തിട്ട് ഇതിനുള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുക. നമ്മൾ ബാഗിനൊക്കെ കോർക്കുന്ന അത് തന്നെയാണ്, എന്നാലും വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ കോർത്ത് തല മാറിപ്പോയി. അങ്ങനെ വന്ന് എന്നിട്ട് ഇത് കോർത്തതിനുള്ളിൽ കൂടെ കോർത്തെടുക്കും. അങ്ങനെ വന്നു. ഈ 6 മുത്ത് ഇതേമാതിരി കോർത്തെടുക്കുക. പിന്നല്ല അടുത്ത 3 ചെറിയ മഞ്ഞ മുത്ത് യെല്ലോ കളറുള്ള കോർത്തെടുക്കുക, 3 എണ്ണം. പിന്നെ അത് ഈ ഒരു പച്ചയും കൂടെ കോർത്തെടുക്കുക. കോർത്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇത് അതിനുള്ളിൽ കൂടെ എടുക്കുക. ഞാൻ ഒന്നും കൂടെ കോർക്കുന്ന കാണിച്ചു തരാം. ഇതേമാതിരി ഇപ്പം 4 എണ്ണമായി, 2 എണ്ണം കൂടെ ഇതേമാതിരി കോർത്തെടുക്കുക. ഇത് അതേമാതിരി വന്നുകൊണ്ട് ഇത് അടുക്ക കൂടെ വരുന്ന സമയത്ത് ഇവിടെ നടുക്കിലൊരു മഞ്ഞ മുത്ത് കൊടുക്കണം, എന്നാലേ ഇതൊരു ഭംഗി കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടി ഒരു മഞ്ഞ മുത്ത് ഇതിൻ്റെ മുകളിൽ കോർത്തിട്ട് ഇതിൻ്റെ ഇതിനുള്ളിൽ കൂടെ എടുത്ത് കൊടുക്കുക.
കണ്ട അങ്ങനെ വന്നു കണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നടുക്കിൻ്റെ മുത്തിനുള്ളൊന്നാണ് പുറത്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് കൊടുക്കുക. ഈ നൂലുണ്ടല്ലോ, ഈ ഒരു നൂല് നൂലൊക്കെ കൂടെ ചുരുണ്ടിട്ട് ശരിക്കും ഇങ്ങോട്ട് കെട്ടണം. ഈ നടുക്കിലത്തെ മുത്തിൻ്റെ മുകളിൽ നിന്നാണ് അടുത്ത തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുത്താൽ മതി. ഉണ്ട് അങ്ങനെ വന്നു. അത് വന്നു. അതേമാതിരി ഞാൻ പുറത്തെടുത്തുകൊണ്ട് ഇനി അടുത്ത ഇതിങ്ങനെ രണ്ടെണ്ണം വന്നു. ഇതിന് നടുക്കിലൊരു മുത്തുണ്ടല്ലോ, രണ്ടിന് അപ്പുറം ഇപ്പുറം ഓരോ മഞ്ഞ മുത്ത് പുറത്തെടുക്കുക. ആദ്യം ഒരു മഞ്ഞ മുത്ത് പുറത്ത് കൊടുക്കുക. അടുത്ത കളറ് ചുവപ്പാണ്. ഒരു കളറ് മാറി മാറിയിട്ടാണ് പുറത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഈ ചുവപ്പ് മുത്ത് പുറത്ത് കൊടുക്കുക. ഈ ഭാഗത്ത് പുറത്ത്, ഈ ഭാഗം ഉണ്ടല്ലോ, ഈ സൈഡെല്ലാം നൂലെടുത്തിട്ട് ആദ്യം ഒരു മഞ്ഞ മുത്ത് പുറത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ചുവപ്പ് മുത്ത് പുറത്ത്. ഇനി ഇതാ ഈ ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇതെടുക്കുക. അടുത്ത 3 മഞ്ഞ മുത്ത് പുറത്ത് കൊടുക്കുക. പിന്നെ ഒരു ചുവപ്പ് മുത്ത് പുറത്ത്. അങ്ങനെ വന്നുകൊണ്ട് അതേ ഈ റൗണ്ട് കോർക്കാൻ മാതിരി തന്നെ ഈ റൗണ്ടിൽ 6 മുത്ത് ഇതേമാതിരി പുറത്തെടുക്കുക. അതേമാതിരി ചെയ്തെടുത്തുകൊണ്ട് അടുത്ത ഇനി ഇത് അതേമാതിരി നടുക്കിൽ അപ്പുറം ഇപ്പുറം വന്നിട്ട് അടുത്ത ഒരു മഞ്ഞ മുത്ത് പുറത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചേനെടുത്ത പച്ചേനെ ഈ സൈഡിലും അതേമാതിരി ഒരു മഞ്ഞ പുറത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ച പുറത്ത് കൊടുക്കുക. എന്നിട്ട് പച്ചേൻ്റെ ഉള്ളിൽ കൂടെ ക്രോസ് കൊടുക്കുക. ഇത് ഈ റൗണ്ട് ഫുള്ളായിട്ട് നേരത്തെ ചെയ്ത മാതിരി തന്നെ ചെയ്തെടുക്കുക. അതേമാതിരി വന്നുകൊണ്ട് ഒരു സെറ്റും കൂടെ ഉണ്ടാക്കണം, എന്നാലേ അത് ശരിയാവുള്ളൂ, ഫുള്ളാവുള്ളൂ. അതാണെങ്കിൽ ഒരു മഞ്ഞ പുറത്ത് കൊടുക്കുക. മഞ്ഞ പുറത്തിട്ട് ഒരു ചുവപ്പ്, ഇനി മറ്റേ സൈഡിൽ അതേമാതിരി തന്നെ ഒരു മഞ്ഞ ഒരു ചുവപ്പും പുറത്ത്.
എന്നിട്ട് ഇത് ക്രോസ് കൊടുക്കുക, ഇവിടെ ക്രോസ് കൊടുക്കുക. ഇനി അടുത്തത് ഇതേമാതിരി തന്നെ ചെയ്തിട്ട് ഞാൻ 3 ചെയ്ത് ഇവിടെ ജോയിൻ്റ് ആക്കണം. അവിടെ എത്തുന്ന സമയത്ത് കാണിച്ചു. അവിടെ അങ്ങനെ വന്നില്ല. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ളിൽ കൂടെ എടുക്കണമല്ലോ. ഈ ഇതിൻ്റെ ഉള്ളിൽ എടുത്താലേ ഇങ്ങനെ റൗണ്ടായിട്ട് വരുള്ളൂ. കണ്ടോ? അപ്പോൾ ആദ്യം എന്താ ചെയ്യുക, ഇവിടെ 3 കുറത്ത് വെച്ചില്ലേ, കുറത്ത് വെച്ചതിന് ശേഷം ആദ്യം ഒരു മഞ്ഞയും കൂടെ കോർക്കുക. ഒരു മഞ്ഞയും കൂടെ കോർത്തിട്ട് ഈ ഇതിൻ്റെ നടുക്കിൽ വരുന്ന ഈ മുത്തുണ്ടല്ലോ, ഇതിനുള്ളിൽ കൂടെ അത് കോർത്ത് കൊടുക്കണം. കണ്ടോ? അങ്ങനെ കോർത്തിട്ട് അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ജോയിൻ്റായി. കണ്ടോ? അങ്ങനെ റൗണ്ട് ജോയിൻ്റായി ഇവിടെ. അങ്ങനെ കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ 2 മുത്തായിട്ടല്ലേ ഉള്ളൂ. ഇനി ഒരു മുത്തും കൂടെ കോർത്ത് കൊടുക്കണം. ഒരു മഞ്ഞ മുത്തും കൂടെ കോർത്ത് കൊടുത്തിട്ട് ഒരു ചുവപ്പ് മുത്ത് കോർത്ത് കൊടുക്കുക. ഒരു ചുവപ്പ് മുത്ത് കോർത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് ഈ ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ അത് ക്രോസ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് റൗണ്ട് ആയി വരുള്ളൂ. കണ്ടോ? അങ്ങനെ റൗണ്ടായി വന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചാൽ ബാക്കിയുള്ള 2 മുത്തും കൂടെ കോർത്ത് കൊടുക്കണം. കണ്ടു? ഇവിടെ ഇപ്പോൾ ജോയിൻ്റ് ആക്കിയതിനെ കൊണ്ട് ഇവിടെ അങ്ങനെ വന്നു. ഈ നടുക്കലത്തെ മുത്ത് അപ്പോൾ ഈ റൗണ്ട് മാതിരി വന്നു. കണ്ടോ? റൗണ്ട് മാതിരി വന്നത്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ റൗണ്ടുകളുണ്ടല്ലോ, ഈ റൗണ്ട് ഒക്കെ ഫില്ല് ചെയ്യണം മുത്തുകൊണ്ട്. അപ്പോൾ ഈ നൂലെടുക്കുക അങ്ങോട്ട്. അവിടെ കണ്ട് ഈ മുത്തെന്ന് വന്ന നൂല് ഇവിടെ 6 വെച്ചിട്ട് ഒരു റൗണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ 4 മുത്ത് ഇവിടെ ഉണ്ട്. 2 മുത്തും കൂടെ ചേർത്ത് കൊടുക്കണം. കണ്ടോ? ഇവിടെ ഒരു നൂലുണ്ട്. ഈ നൂല് ഇതിനുള്ളിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുവരണം. ഇത് 2 സൈഡ് ഉണ്ടല്ലോ, 2 സൈഡിലും ഏതെങ്കിലും ഒരു സൈഡത്തെ ഇത് റൗണ്ട് മാത്രം ഫില്ല് ചെയ്താൽ മതി. മറ്റേ റൗണ്ട് ഓപ്പൺ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. കിട്ടാൻ കുറച്ച് പണിയുണ്ട്. ഇതുവരെ ഞാൻ ഇതുവരെ ഈ റൗണ്ടിൻ്റെ അതുവരെ നൂല് കൊണ്ടുവന്നിട്ട് കാണിച്ചു. അതേമാതിരി ഞാൻ കോർത്തിട്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ എടുത്ത് കൊണ്ടുവന്നാൽ മതി. ഇങ്ങനെ ഇവിടെ വന്നു. അപ്പോൾ 4 മുത്തുണ്ട്. 1 2 3 4 മുത്ത്. അപ്പോൾ ഈ റൗണ്ടിന് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് 2 മുത്തും കൂടെ കോർത്ത് കൊടുക്കണം. രണ്ട് മുത്ത് ഞാൻ ഇവിടെ കോർത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ളിൽ കൂടെ അത് ക്രോസ് കൊടുക്കുക. ഇവിടെ കണ്ടു ഇങ്ങനെ വന്നത്. ഇനി അടുത്ത റൗണ്ട് ഇത് ഇവിടെ ഫില്ല് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ മുത്ത് നൂല് കോർത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതേമാതിരി തന്നെ ഈ റൗണ്ട് ഫില്ലാക്കുക, ഈ റൗണ്ട് ഫില്ലാക്കുക. 3 റൗണ്ട് ഉണ്ട് തുറന്നത്. 3 റൗണ്ട് ഫില്ലാക്കുക. ഈ ഭാഗം ഫില്ലാക്കേണ്ട ആവശ്യമില്ല. ഈ റൗണ്ട് ഞാൻ ചെയ്തെടുത്തുകൊണ്ട് ഇവിടെ ഞാൻ ഈ റൗണ്ട് ചെയ്തെടുത്ത്, ഈ റൗണ്ട് ഇവിടെ ചെയ്തെടുത്ത്, ഈ റൗണ്ട് ഇവിടെ ചെയ്തെടുത്ത്, ഈ റൗണ്ട് 4 ചെയ്തെടുത്ത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അതേമാതിരി ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ മുകളിൽ ചെയ്യുന്ന വിധം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് അടുത്ത ഇത് ചെയ്യുന്ന വിധം കാണിച്ചത്.
അപ്പോൾ അതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് ഇനി ഇവിടെ ഈ റൗണ്ട് ഇതേമാതിരി ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം ചെയ്തെടുക്കുന്നത് ഈ സ്റ്റാൻഡ് മാതിരിയുള്ള അടിഭാഗം ചെയ്തെടുക്കുക. അപ്പോൾ അതേമാതിരി ഞാനിവിടെ കുളത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 5 മുത്ത് വീതം കോർത്തെടുക്കുക. അപ്പോൾ ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ വെള്ള മുത്താണ് ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡിൽ ഒന്ന് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ബാക്കി 4 മുത്ത് കോർത്ത് കൊടുക്കുക. നാലെണ്ണം കൂടെ കുറക്കുക. 4 കൊടുത്തിട്ട് എന്നിട്ട് ഇതിനുള്ള കൂടെ ക്രോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ അടിയോ കുടുങ്ങിയില്ല. 5 മുത്ത് വന്നു കണ്ട. ഈ അടുത്തതിൻ്റെ മുകളിലൊന്നും ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ അടുത്ത 3 വെച്ച് ചെയ്തെടുക്കട്ട. 3 മുത്തെടുക്കുക. അപ്പോൾ 2 മുത്ത് പുറത്ത് കൊടുക്കാൻ മതി. ഈ ഇത് കണ്ടോ, ഇതേമാതിരി 1 2 3. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ 5 കോർക്കേണ്ട ആവശ്യം, 2 കോർത്താൽ മതി. 3 അവിടെ ഉണ്ടല്ലോ. അപ്പോൾ 2 അപ്പോൾ 5 റൗണ്ട് ശരിയാവുമല്ലോ. ഇതാ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ, ഇരിക്കുന്ന ഒരു ഫ്ലവർ പോട്ടിന് ഇരിക്കാൻ ഇതൊരു സ്റ്റാൻഡ് മാതിരി ഒരു ഇതുണ്ട്, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ക്രോസ് ചെയ്യും ഇവിടെ അങ്ങനെ തന്നെ. അങ്ങനെ വന്നു. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഓരോ മുത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. അത് ചെയ്തെടുത്തിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. 5 വെച്ചിട്ട് ഞാനിങ്ങനെ റൗണ്ട് ചെയ്തെടുത്തു. ഇനി അടുത്ത റൗണ്ട് ചെയ്യുന്നു. അടുത്ത റൗണ്ടിൽ അതേമാതിരി 2 മുത്ത് കോർത്തെടുക്കണം. 2 മുത്ത് കോർത്തിട്ട് 4 വെച്ച് ചെയ്യാം. 2 കൂടെ കോർത്ത് കൊടുക്കണം. 2 മുത്ത് കോർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ക്രോസ് കൊടുക്കുക. അതേമാതിരി വന്നു കണ്ടോ. ഇനി അടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുക. ഇവിടെ കോർത്ത് കൊടുക്കുക. ഈ മുത്തിനുള്ളിൽ കൂടെ കോർത്ത് കൊടുത്തിട്ട് കാണുന്നില്ലേ, ഇതിനുള്ളിൽ കൂടെ കോർത്ത് 2 മുത്തും കൂടെ കോർത്ത് കൊടുക്കുക. 4 വെച്ചിട്ട് അപ്പോൾ ഇവിടെ അങ്ങനെ ഇതായി വരും. ഇതേമാതിരി 4 വെച്ച് ഞാൻ കോർത്ത്. ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ഇതുവരെ ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് കാണിച്ചു തരാം. ഇത് അതേമാതിരി 4 വെച്ച് ഞാൻ ചെയ്തെടുത്തുകൊണ്ട് അതേമാതിരി ഞാൻ ഒരു റൗണ്ട് 4 വെച്ചിട്ട് ഇനി ഒരു റൗണ്ടും കൂടെ 4 വെച്ച് ചെയ്താൽ ശരിയാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല അങ്ങനെ അത് എത്തില്ലേ. ഇവിടെ ഇതിൻ്റെ മുകളിൽ 3 മുത്ത് കോർത്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ 4 വേണമെങ്കിൽ ഇവിടെ 1 ഉള്ളൂ. ഇത് ഞാൻ 3 മുത്ത് ഇവിടെ കോർത്ത് കൊടുത്ത് ഇത് ക്രോസ് കൊടുക്കുക. ഇവിടെ ക്രോസ് കൊടുത്തിട്ട് അടുത്തത് ഇവിടെ അങ്ങനെ അടുത്തതിൻ്റെ ഉള്ളിൽ കൂടിയും കൂടെ കോർത്തെടുക്കണേ.
ഇനി അത് കഴിഞ്ഞിട്ട് 2 മുത്ത് കൊടുക്കുക ഇവിടെ. 2 മുത്ത് പുറത്ത് കൊടുക്കുക. 2 4 4ആയിട്ട് ഇതിൻ്റെ കൂടെ പുറത്തെടുക്കുക. ഉണ്ടോ? ഇവിടെ കെട്ട് വീഴുന്നത് അതങ്ങനെ വന്നു. ഇനി ഇതേ റൗണ്ടിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇവിടെ വരെ ഞാൻ തയ്ച്ചെടുത്തതുണ്ട്. ഇനി ഇവിടെ അതേ കാര്യം ഇവിടെ ക്രോസ് കേൾക്കുന്നതിന് അവരെ കെട്ടിക്കൊടുത്താൽ മതി. അതും കൂടെ ടൈറ്റായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ട് ഇതൊരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് ഉള്ളിലേക്ക് തള്ളി കൊടുക്കണം. ഒരു ലെയർ ഇതെടുത്ത മാറ്റ് പോട്ട് ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്.